നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആശാൻപടി കോതപ്പറമ്പിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പടിഞ്ഞാറേക്കരയിൽ ആഴ്ചകളോളം പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയ പുലിയുടെ ചിത്രം പ്രദേശവാസിയുടെ CCTV ക്യാമറയിൽ പതിഞ്ഞു. പെരുന്തിരുത്തി അങ്കണവാടികളിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷിച്ചു. ആലത്തിയൂർ KHMHS ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ക്യാമ്പ് മലബാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിൽ 50 ലക്ഷത്തോളം രൂപ വിനിയോഗിച്ച് കൃഷ്ണശില വിരിച്ച് നിർമ്മിച്ച പുതിയ പ്രദക്ഷിണ വഴി ഭഗവാന് സമർപ്പിച്ചു. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പുസ്തകോത്സവത്തിന് തുടക്കമായി. വിശദമായ വാർത്തകൾ. ആശാൻപടി കോതപ്പറമ്പിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഇന്നലെ രാത്രിയിലാണ് സംഭവം. കോതപ്പറമ്പ് സ്വദേശി കുപ്പന്റെപുരക്കൽ അഷ്കറിനാണ് വെട്ടേറ്റത്. വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം. കടലോരത്ത് വിശ്രമിക്കുകയായിരുന്ന അഷ്കറിനെ വടിവാളുമായി എത്തിയ സംഘം വെട്ടിപ്പരിക്കേൽപ്പിക്കുകയാണുണ്ടായതെന്നാണ് പറയുന്നത്. കാലിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ അഷ്കറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാഷ്ട്രീയ സംഘർഷമല്ലെന്ന് പോലീസ് വ്യക്തമാക്കി. വെട്ടം ന്യൂസ് കൂട്ടായി. പടിഞ്ഞാറേക്കരയിൽ ആഴ്ചകളോളം പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയ പുലിയുടെ ചിത്രം പ്രദേശവാസിയുടെ CCTV ക്യാമറയിൽ പതിഞ്ഞു. ബുധനാഴ്ച രാത്രിയിലെ പുലിയുടെ ചിത്രങ്ങളാണ് ക്യാമറയിൽ പതിഞ്ഞത്. നായ്ക്കളുടെ അസാധാരണമായ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് വീട്ടുകാർ പുലിയെ കണ്ടതായി പറയുന്നത്. CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ പുലിയാണെന്ന് വ്യക്തമായെന്നും പറയുന്നു. ഉല്ലാസ് നഗർ കാട്ടിലപ്പള്ളി റോഡരികിലെ വീട്ടിലെ CCTV ക്യാമറയിലാണ് ചിത്രം പതിഞ്ഞത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പുലിക്കൂട് സ്ഥാപിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും പുലിയെ പിടികൂടാനായിട്ടില്ല. വെട്ടം ന്യൂസ് പടിഞ്ഞാറേക്കര. പെരുന്തിരുത്തി അങ്കണവാടികളിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷിച്ചു. മംഗലം പഞ്ചായത്തിലെ പെരുന്തിരുത്തി 14-ാം വാർഡിലെ 3 അങ്കണവാടികളിലും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം ഗംഭീരമായി നടന്നു. അങ്കണവാടി നമ്പർ 16, 17, 18 എന്നിവിടങ്ങളിലാണ് ആഘോഷം നടന്നത്. കേക്ക് മുറിച്ചും ഘോഷയാത്ര നടത്തിയും മത്സരങ്ങൾ നടത്തിയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ആഘോഷം ഗംഭീരമാക്കി. പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം ചേന്നര നിർവഹിച്ചു. പരിപാടിക്ക് ജീവനക്കാരായ നൂർജഹാൻ, പ്രസന്ന, സിന്ധു, സുഭദ്ര, കമ്മിറ്റി അംഗങ്ങളായ ജമാൽ ചേന്നര, ജമാൽ PP, അഷ്കർ, ഭൂഷണൻ NV, CP മമ്മു, PP രാജൻ, P പുരുഷോത്തമൻ, K വിജയൻ, ബാലൻ നായകര, നാരായണൻ പുത്തൻപുരക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വാർഡ് മെമ്പറും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും കൂടി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വെട്ടം ന്യൂസ് മംഗലം. ആലത്തിയൂർ KHMHS ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ക്യാമ്പ് മലബാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. ഡിസംബർ 21 മുതൽ 27 വരെ നടക്കുന്ന NSS ക്യാമ്പ് തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് VV ശാലിനി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വാർഡ് മെമ്പർ KM സുരേഷ്, പ്രിൻസിപ്പൽ സോണിയ C വേലായുധൻ, PTA പ്രസിഡന്റ് N അബ്ദുൾ ഗഫൂർ, വൈസ് പ്രസിഡന്റ് ഷാഫി വാക്കീൽ, മാനേജർ ഇൻചാർജ് ഡോക്ടർ TP ഇബ്രാഹിം, ഹെഡ് മിസ്ട്രസ് M ബിന്ദു, മലബാർ സ്കൂൾ ചെയർമാൻ NM ബാവ ഹാജി, SMC ചെയർമാൻ TN ഷാജി, പ്രോഗ്രാം ഓഫീസർ ധന്യ C നായർ, M ജംഷീർ ബാബു, K സുവർണ, ഐജാസ് റഫീഖ്, ഷബീർ നെല്ലിയാളി, മനോജ്, സിദ്ദീഖുൽ അക്ബർ, AC പ്രവീൺ എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ് ആലത്തിയൂർ. തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രത്തിൽ കൃഷ്ണശില വിരിച്ച് നവീകരണം നടത്തിയ പ്രദക്ഷിണ വഴി ഭഗവാന് സമർപ്പിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ സാമൂതിരി രാജയുടെ പ്രതിനിധികളും ഭക്തജനങ്ങളും ചേർന്നാണ് നാമജപ പ്രദക്ഷിണത്തോടെ പ്രദക്ഷിണ വഴിയുടെ സമർപ്പണം നടത്തിയത്.
ക്ഷേത്രത്തിലുണ്ടായിരുന്ന പ്രദക്ഷിണ വഴി കാലപ്പഴക്കം കാരണം കേടുപാടുകൾ വന്നതോടെയാണ് പുതിയ പ്രദക്ഷിണ വഴി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ദശാബ്ദങ്ങൾക്ക് മുൻപ് സിമന്റ് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ഇവിടെയുണ്ടായിരുന്ന പ്രദക്ഷിണ വഴി. കൃഷ്ണശില ഉപയോഗിച്ചാണ് പുതിയ പ്രദക്ഷിണ വഴി നിർമ്മിച്ചിട്ടുള്ളത്. 50 ലക്ഷത്തിലേറെ രൂപയാണ് ഇതിനായി ചെലവിട്ടത്. 300 കൃഷ്ണശിലകളാണ് ഇതിനായി ഉപയോഗിച്ചത്. തമിഴ്നാട്ടിലെ മൈലാടിയിൽ നിന്നാണ് ഇവ എത്തിച്ചത്. പ്രദക്ഷിണ വഴിക്ക് പുറമെ കിഴക്കേ നടയിലേക്കുള്ള വഴിയിലും കൃഷ്ണശിലകൾ പാകിയിട്ടുണ്ട്. നടൻ ദേവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃപ്രങ്ങോട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ഉത്സവാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കെ രഘുനാഥ് സ്വാഗതം പറഞ്ഞു. കോഴിക്കോട് തളി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആലത്തിയൂർ ഹനുമാൻകാവ് ആർ രാജേഷ്, ആലത്തിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ സുനിൽ, നവീകരണ കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രകുമാർ പാണാട്ട്, ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കനമ്മൽ സുരേഷ് ബാബു, മാതൃസമിതി പ്രസിഡന്റ് സി കെ പുഷ്പവല്ലി, രാഹുൽ പുത്തൂരത്ത്, കെ പി ഗണേശൻ, പി ബാലകൃഷ്ണൻ, എം സുജിത്ത്, വി ജയശങ്കർ, എം ജയരാജ് എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ എഞ്ചിനീയർമാരായ കെ ശങ്കരൻകുട്ടി, കെ കോരൻ, ഉണ്ണികൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. വെട്ടം ന്യൂസ് തൃപ്രങ്ങോട്. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പുസ്തകോത്സവത്തിന് തുടക്കമായി. താനൂർ ജംഗ്ഷനിലെ ഇമ്പിച്ചിവാവ ഇ ഗോവിന്ദൻ നഗറിലാണ് പുസ്തകോത്സവം നടക്കുന്നത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ കഥാകൃത്ത് സുഭാഷ് ഒട്ടുംപുറത്തിന് പുസ്തകങ്ങൾ നൽകി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി സതീശൻ, അഷ്കർ കോറാട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഡിസംബർ 25 മുതൽ ജനുവരി 2 വരെ പുസ്തകോത്സവം നീണ്ടുനിൽക്കും. വെട്ടം ന്യൂസ് താനൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.